ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എഗ് 65 ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഈ ചിക്കനും ബീഫും മട്ടനൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ 65 ആണ് എഗ് 65. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, പിന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വീട്ടിലൊക്കെ എപ്പോഴും എഗ്ഗ് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ നല്ലൊരു 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. നല്ലൊരു ബാറ്ററാക്കി എടുത്ത് ലൂസാക്കി എടുക്കുക. ഒരുപാട് തിക്കാവണ്ട, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് ഈ രീതിയിലാണ് അതൊന്ന് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 5 മുട്ട എടുത്തിട്ട് നന്നായി പുഴുങ്ങിയിട്ട് ഇതൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. നന്നായി ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. എന്താ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇനി അത് നന്നായി ഇത് ഉടച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അതിലേക്ക് ഞാനൊരു മുട്ടയുടെ വെള്ള ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരു നനവുള്ള രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. അത് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ള ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2-3 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരുപാട് ഉപ്പ് കൂടണ്ട. പിന്നെ ഞാൻ 2 ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ഉരുളകളും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിന് മതിയിട്ട മാവ്, അതുകൊണ്ട് തന്നെ ഇത് നന്നായി ക്രിസ്പി ആവുകയും ചെയ്യും. ഒരുപാട് മാവായി കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ ടേസ്റ്റ് ആവില്ല. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇതെല്ലാതും കൂടി ഇനി അതിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡൊന്നും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. നമുക്ക് ഇനി 65യുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കും. പക്ഷേ അത് 65 കൂടി ആക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. സൂപ്പർ 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 ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും നന്നായി ഇഷ്ടമാവും. അപ്പം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടുന്നുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഇതിലിടുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/4 കപ്പ് തൈര് ഞാൻ കട്ടൊക്കെ ഉടച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്ത തൈരാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ച ശേഷം നന്നായി അതൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ ഇതൊക്കെ ഒന്ന് അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി തീയൊന്ന് കത്തിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ ഈ മസാലകളൊക്കെ ഈ എഗ്ഗിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയെടുക്കാം, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എഗ് 65. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എന്നെ അറിയിക്കണം കേട്ടോ കമൻറ്റിലൂടെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം വീണ്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ അതിന് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.